എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പൊൻവീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ചിക്കൻ മസാല, ബീഫ് മസാല, പോർക്ക് എന്ന് വേണ്ട നമ്മൾ എന്ത് കറിക്ക് കേൾക്കും. ഒരു ഇറച്ചിയുടെ അതേ ടേസ്റ്റിലുള്ള വെജിറ്റബിൾ ആയാലും അതേപോലുള്ള ഒരു മസാല കൂട്ടാണ് ഞാനിന്ന് പൊടിക്കാൻ പോകുന്നത്. അതിന് വേണ്ടുന്ന സാധനങ്ങളാണ് ഇരിക്കുന്നത്. കണ്ടേ, ഇത് 50 ഗ്രാം മല്ലി, 2 സ്പൂൺ റൈസ്. അത് ഒന്നീ നമുക്ക് ബിരിയാണി റൈസ് എടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ പുഴുക്കലരി വെള്ള അരി എടുക്കാം. പിന്നെ ഒരു 6 പട്ട, ഒരു നക്ഷത്രം, ഒരു 7 കശുവണ്ടി, ഷാജീരകം, കുരുമുളക് 2 സ്പൂൺ, ചെറിയ സ്പൂൺ ജീരകം 2 സ്പൂൺ, ഉലുവ 1 സ്പൂൺ, ഏലക്ക ഒരു 7-8 എണ്ണം, പിന്നെ ലീഫ് 2 എണ്ണം, പിന്നെ ഒരു 50 ഗ്രാം പെരുംജീരകം, ഒരു 15 കാശ്മീരി മുളക്. ഇത്രയും സാധനമാണ് ഞാൻ ഇതിന് എടുക്കുന്നത്. അത് നിങ്ങൾക്ക് ഇതിൻ്റെ അനുസരിച്ച് നിങ്ങൾ മസാല കൂട്ടി നിങ്ങൾക്ക് എടുക്കാം. കണ്ടില്ലേ, ഇത്രയും സാധനങ്ങൾ ഞാൻ എടുത്തത്. ഞാൻ ഒരു കച്ചോലൻ്റെ ഒരു 2 എണ്ണം കൂടെ ഞാൻ ഇടുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ ഒരെണ്ണം എടുത്ത് വെച്ചിട്ടുള്ളൂ. ഒരു 2-3 എണ്ണവും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ ചേർക്കാൻ നല്ലൊരു മണം കിട്ടും കേട്ടോ. അത് ഞാൻ വറുക്കാൻ നേരത്ത് എടുത്ത് വയ്ക്കാം. ഇപ്പം ഞാനൊരു വേറൊരു പെട്ടെന്ന് ഒരു ഇച്ചിരി മസാലയ്ക്ക് ഞാനങ്ങ് എടുത്തു പോയി, അതുകൊണ്ടാണ് ഇപ്പോൾ ഒരെണ്ണം കാണിക്കുന്നത് കേട്ടോ. എടുത്ത് വെച്ചിരുന്നായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ഇത്രയും കൂടെ ഒരു പൊടിയാക്കി നമുക്ക് വയ്ക്കാം. അതല്ല, നിങ്ങൾക്ക് ഇതിൻ്റെ നിന്ന് മസാലകൾ പെരുംജീരകപ്പൊടിയായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ അരിയും കശുവണ്ടിയും ഈ മല്ലിയും ഒക്കെ ഒന്ന് മാറ്റിയിട്ട് ഈ വലിയ ജീരകവും ബാക്കി എല്ലാം ഇട്ട് ഒരു പൊടിയാക്കി വെച്ചിരുന്നാൽ നമുക്ക് സാധാ കറിക്ക് എടുക്കാം. ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയാണ് കശുവണ്ടിയും അരിയും ചേർക്കുന്നത്. നമുക്ക് കറിക്ക് ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടി ഇതെല്ലാം കൂടി ഒന്ന് വറുത്തെടുക്കാം. ആദ്യം കാശ്മീരി മുളക് വറുത്ത് പോരാം. ഒരു ഇറച്ചി മസാലയാണിത് കേട്ടോ. നമുക്ക് കിഴങ്ങറിക്ക്, മുട്ടക്കറിക്ക് എല്ലാത്തിനും ഈ പൊടി മാത്രം മതി. നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കാൻ. ഈ പൊടി ആക്കി വെച്ചിരുന്നാൽ മതി. ചിക്കൻ മസാല വേറെ ഒന്നും ചേർക്കണം. നമുക്ക് അടിപൊളി ചിക്കൻ മസാല ആക്കിയെടുക്കാം. നമുക്ക് വറുത്ത് പോരാം. എല്ലാം അതേപോലെ എല്ലാം വറുത്ത് പോരാം. അതുപോലെ മുളകൊക്കെ അങ്ങ് കരിമുരാന്ന് വറുത്ത് പോരരുത്. ഒരു ഇളം പരുവത്തിൽ മാത്രം വറുത്ത് പോരുക. കാരണം അധികം മൂത്ത് പോയ കറുത്ത കളറിൽ ഇരിക്കും. അതുകൊണ്ട് ഒരു ചുവപ്പ് കളറിൽ തന്നെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഇളം പരുവം. കാരണം നമുക്ക് അങ്ങ് പൊടിഞ്ഞു പോകുന്ന രീതിയിൽ വറക്കണ്ട കേട്ടോ മുളകൊക്കെ.